കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അടുത്ത ഭാഗം, കാൽ വഴുതുവാൻ അവിടെ സമ്മതിക്കത്തില്ല. പലരും പറയും, വീണു, ഇവിടെ കൊണ്ട് തീർന്നു, ഇനി എഴുന്നേൽക്കാൻ പറ്റില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കാൽ വഴുതാൻ അവിടെ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, പുരാതനായ ദൈവം സങ്കേതം. കിഴേ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. സ്തോത്രം. പുരാതനായ ദൈവ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. അതുകൊണ്ട് കാൽ വഴുതാൻ ഇടയാവില്ല, നിലം പരിചാവില്ല. ശാശ്വത, ഒരു ദിവസത്തേക്കല്ല ഈ ഭുജം, ശാശ്വതമായൊരു ഭുജം. മറ്റെടുത്തിരിക്കുന്നു, ഹോവയാം യാഗിൽ ശാശ്വതമായൊരു പാറ, ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ, ഗമനത്തെ സ്ഥിരമാക്കുന്ന പാറ, നിർത്തുന്ന പാറ, ഉറപ്പിക്കുന്ന പാറ. ആ പാറമേൽ അടിസ്ഥാനമിട്ടാൽ വൻമഴ ചൊരിയട്ടെ, കാറ്റടിക്കട്ടെ, നിലം പരിചാവില്ല. കാരണം അടിസ്ഥാനം പാറമേൽ. നമ്മളായിരിക്കുന്നത് ശാശ്വതമായൊരു ഭുജത്തിൻ്റെ മേൽ. എങ്ങനെ തകരും? എന്തിന് സംശയിക്കുന്നു പ്രിയ സഹോദരങ്ങളെ? ജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാവരുത്. എനിക്ക് കീഴേ ശാശ്വതമായൊരു ഭുജമുണ്ട്, എൻ്റെ തലമുറകൾക്ക് കീഴേ ഉണ്ട്, എൻ്റെ സഭയ്ക്ക് കീഴേ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ സംശയിക്കരുത്, അവിശ്വസിക്കരുത്, പതറരുത്. ഉറപ്പുള്ളൊരു പാറയുണ്ടെങ്കിൽ വൻമഴ വന്നില്ലെന്നല്ല, കാറ്റടിച്ചില്ലെന്നല്ല, പ്രതികൂലം ശക്തമായില്ല അവിടെ എഴുതിയിട്ടില്ല. അടിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇരമ്യാവേ, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കത്തില്ല. നീ ഉറപ്പുള്ള ഒരു പട്ടണമാ, താമ്രപ്പിത്തിയ, അങ്ങനെ അവിടെ പറയുന്നു. അതുകൊണ്ട് യുദ്ധമുണ്ട്, വെല്ലുവിളിയുണ്ട്. അനേകർ നിന്നെ ഒതുക്കാൻ നോക്കും, പക്ഷെ നിന്നെ ജയിക്കാൻ അവർക്ക് കഴിയത്തില്ല. ഹാമാൻ്റെ ഭാര്യ സെരസ് ഹാമാനോട് പറഞ്ഞതും അതാണ്. നീ മൊർദെഖായിയുടെ മുമ്പിൽ ഹാമാനെ വീഴാൻ തുടങ്ങി. മൊർദെഖായി യഹൂദനാണ്, അതുകൊണ്ട് നിനക്കവനെ ജയിക്കാൻ കഴിയത്തില്ല. സ്വാധീനങ്ങളെല്ലാം ഉപയോഗിച്ചെങ്കിലും, അധികാരങ്ങളെല്ലാം പ്രയോഗിച്ചെങ്കിലും നടക്കില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ഹാമാനെ നീയാ വീഴാൻ പോകുന്ന, മൊർദെഖായി വീഴില്ല. ഈ പകൽ നിന്നെ വീഴ്ത്തുമെന്നും നിൻ്റെ കുടുംബത്തെ വീഴ്ത്തുമെന്നും നിൻ്റെ തലമുറകളെ തകർക്കുമെന്നുമൊക്കെ പിശാച് അണിയറയിൽ പറഞ്ഞ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത്, എൻ്റെ ജനം വീഴില്ല, ഞാൻ അവരുടെ നടുവിലുണ്ട്, ഞാൻ അവരുടെ നടുവിലുണ്ട്, ഞാൻ അവരുടെ നടുവിലുണ്ട്. അവർ വീഴില്ല, വീഴില്ല, വീഴില്ല. ധൈര്യത്തോടെ പറയാമോ? അവർ വീഴത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ദൈവസാന്നിധ്യം ഇന്ന് പകലും നമ്മുടെ മധ്യേ വെളിപ്പെട്ട് വരട്ടെ. വളരെ സുപരിതമായൊരു വാക്യം, 139 സങ്കീർത്തനം 12 വാക്യം. ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല,
രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ട രാത്രി, രണ്ട് പദം അവിടെ വ്യക്തമാണ്. അവിടെ തുടക്കത്തിൽ ആ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ദൈവമേ, അങ്ങെന്നെ അറിയുന്ന ദൈവം. ഇരിക്കുന്നത് അങ്ങയ്ക്കറിയാം, എഴുന്നേൽക്കുന്നതറിയാം, നടക്കുന്നതറിയാം, ഞാൻ കിടക്കുന്നതറിയാം. മാത്രമല്ല, ഞാൻ ചിന്തിക്കുന്നത് പോലും, എൻ്റെ നിരൂപണങ്ങൾ പോലും ദൂരത്ത് നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അങ്ങയ്ക്കെല്ലാം അറിയാം, അങ്ങയ്ക്കെല്ലാം അറിയാം. ഹല്ലേലൂയ. ഈ പകൽ ദൈവാത്മാവിന് പറയാനുള്ളതാണ്, എല്ലാം അറിയുന്ന ഒരു ദൈവം. നീ കിടക്കുന്നത് അറിയുന്ന, നടക്കുന്നത്, ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്, ചിന്തിക്കുന്നത് അറിയുന്ന ദൈവം നിന്നെ കാണുന്നുണ്ട്, നിന്നെ അറിയുന്നുണ്ട്, നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. സഹോദര, സഹോദരി, കുഞ്ഞെ, മറന്നു പോകരുത്. ആരും മനസ്സിലാക്കിയില്ലെങ്കിലും, ആരും അറിഞ്ഞില്ലെങ്കിലും, ആരും ഓർത്തില്ലെങ്കിലും ഭയപ്പെടരുത്. എന്നെ അറിയുന്ന, എന്നെ കാണുന്ന, എന്നെ നടത്തുന്ന, എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ പകൽ ഉറപ്പാക്കണം. ഇവിടെ നോക്കൂ, 12-ാം വാക്യമാണ് നാം വായിച്ചത്. ആ വാക്യം ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല, രാത്രി പകൽ പോലെ. ഇരുട്ടിൽ അനേക ശക്തികൾ ഇറങ്ങും. മാരകമായ അനേക അസുഖങ്ങൾ പീക്ക് ടൈമിലേക്ക് വരുന്നത് ഈ ഇരുട്ടിൻ്റെ വ്യാപാരത്തിൽ. ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ, കുരിരുട്ട് നമുക്കറിയാം. അർദ്ധരാത്രികൾ, സൂര്യൻ അസ്തമിക്കുന്ന സമയങ്ങൾ, ഇതൊക്കെ നമുക്ക് തിരുവഴുത്തിലൂടെ പഠിക്കാൻ പറ്റും. പക്ഷേ അതുപോലും നിന്നെ മറയ്ക്കാൻ പറ്റില്ല. കാരണം നീ ദൈവത്തിൻ്റെ പൈതലാണ്. രാത്രി ഹിംസ്രമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുന്ന രാത്രികൾ, കടിച്ചു കീറാൻ നിൽക്കുന്ന ശക്തികൾ എഴുന്നേൽക്കുന്ന രാത്രികൾ, വെല്ലുവിളികളുടെ പാരമ്യങ്ങൾ എത്തുന്ന രാത്രികൾ. പക്ഷേ ഇവിടെ മറുവശമുണ്ട്. ഈ രാത്രിയിൽ ഉദയസൂര്യൻ ഉദിക്കും. ദൈവ തേജസ് ഇറങ്ങും. നമുക്കറിയാം, പകൽ മേഘസ്തംഭമായി, രാത്രി തൂണായി അഗ്നിസ്തംഭമായി എൻ്റെ ദൈവം അവർക്ക് മുമ്പായി ഇറങ്ങി. പോകേണ്ട പാത കാണിക്കാൻ, രാത്രിയെ പകൽ പോലെ പ്രകാശിപ്പിക്കാൻ, ഇരുട്ടെന്ന് പിശാച് പറഞ്ഞ് വാതിലുകൾ ഓരോന്നടച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ഇരുട്ട് പോലും മറവായിരിക്കാതെ ആ രാത്രിയിൽ പ്രകാശിക്കുവാൻ ദൈവം പ്രകാശമായി ഇറങ്ങി വരും, വഴി കാണിച്ചു കൊടുക്കേണ്ടതിന്. ഇത് മനസ്സിലായോ? ഇരുളിൻ്റെ മറവിൽ പതുങ്ങിക്കിടക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ വെളിപ്പെടുത്തേണ്ടതിന്, ഒഴിഞ്ഞു പോകേണ്ടിടത്തുനിന്ന് ഒഴിഞ്ഞു പോകേണ്ടതിന്, അപകടങ്ങളെ മുൻകൂട്ടി കാണിക്കേണ്ടതിന്, അർദ്ധരാത്രിയുടെ ഏകാന്തതകളിൽ ചാടി വീഴുവാൻ നിൽക്കുന്ന ദുഷ്ടശക്തികളെ തകർത്തു മാറ്റുവാൻ ദൈവം വെളിച്ചമായിട്ടിറങ്ങി വരും. രാത്രി അഗ്നിസ്തംഭമായി ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽ ദൈവാത്മാവ് തൻ്റെ ജനത്തെ നോക്കി വിളിച്ചു പറയുന്നു, കൂരിരുട്ട് പോലെ, രാത്രി പോലെ സകലത്തെയും മറയ്ക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ മുൻപിൽ വന്നാൽ അതിനെപ്പോലും നിങ്ങൾക്ക് ഭയപ്പെടേണ്ട. കാരണം അവിടെയും ഇറങ്ങി വന്ന് മരണത്തിൻ്റെ നിഴലുകളെ മാറ്റാൻ കഴിവുള്ള സർവശക്തൻ ഈ രാത്രികളിലും. ജീവിതത്തിൽ അനേക രാത്രികളെ ഫേസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എത്രയോ ദിവസമായി കാണേണ്ടത് കാണാൻ കഴിയുന്നില്ല. അലറി വരുന്ന ചില ശക്തികളുടെ ശബ്ദങ്ങൾ ഭയപ്പെടുത്തുന്നുണ്ട്, ഉറക്കത്തെ കെടുത്തുന്നുണ്ട്. പക്ഷേ സർവശക്തൻ്റെ സാന്നിധ്യം, ഈ പകൽ ദൈവ തേജസ് ഒന്ന് തിരിച്ചറിയാനിടയാകൂ.
രാത്രി പകൽ പോലെ പ്രകാശിക്കാൻ പോകുകയാണ്. ആ രാത്രി മാറാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ. ദൈവസാന്നിധ്യമുള്ളടത്ത് രാത്രിയില്ല കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഈ ദൂത് ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യോ. ഭയത്തിൻ്റെ ചില രാത്രികൾ, ആകുലതയുടെ ചില രാത്രികൾ, വാക്തത്വത്തെ അടയ്ക്കുന്ന ചില രാത്രികൾ, മുൻപോട്ട് വിടാത്ത ചില രാത്രികൾ, പകച്ചു നിൽക്കുന്ന ചില രാത്രികൾ ഈ പകൽ മാറിപ്പോകുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് പ്രകാശിക്കാൻ പോകുകയാണ്. വെളിച്ചം അവിടേക്ക് വരാൻ പോകുകയാണ്. ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടതുപോലെ യേശുവിൻ്റെ കാൽ ഈ പകൽ ആ രാത്രിയിലേക്ക് ചവിട്ടുകയാണ്. ആ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. നിങ്ങളുടെ തലമുറകളുടെ മേൽ വ്യാപരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ അത് വ്യാപരിക്കുകയാണ്. നിങ്ങളുടെ ആത്മീയത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുകയാണ്. ഡൗണാക്കി രാത്രി പോലെ നിർജീവമാക്കുന്ന ചില മണ്ഡലങ്ങൾ, ഇരുളിൻ്റെ സകല നിർജീവ പ്രവർത്തികളും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ മാറിപ്പോകുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. രാത്രി പകൽ പോലെ പ്രകാശിക്കാൻ പോകുകയാ. ഇനിയും ആ ഇരുളിന് നിങ്ങളെ പിടിച്ചു വെക്കാൻ പറ്റില്ല, തടയാൻ പറ്റില്ല, വഴിയടയ്ക്കാൻ പറ്റില്ല. അന്ധത പിടിപ്പിക്കുന്ന ചില വ്യാപാരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ മാറിപ്പോകുന്നു. ഒരു ഉഷസ് വെളിപ്പെടുന്നു യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പിതാവേ, വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ഇന്ന് പകൽ വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. ഇരുട്ട് പോലും ഞങ്ങളെ മറയ്ക്കാൻ കഴിയാതെ വണ്ണം, വെളിപ്പെടേണ്ട വാക്തത്വങ്ങളെ മറയ്ക്കാൻ കഴിയാതെ വണ്ണം പകൽ പോലെ പ്രകാശിക്കുന്ന ദൈവ സാന്നിധ്യം ഇരുടിനകത്തേക്ക് രാത്രികളെ മാറ്റുന്ന, ചിലതിന് ചേഞ്ച് വരുത്തുന്ന, മറയിട്ട് നിൽക്കുന്ന ദൂട്ട വ്യാപാരങ്ങളെ തകർക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവകൃപയുടെ ആഴങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ട് വരട്ടെ, ഞങ്ങളുടെ തലമുറകൾ വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ മറനീക്കി പുറത്തു വരുന്ന ദൈവശക്തിയാൽ ചില വിടുതലുകൾ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. അടച്ചു വെച്ച ചില ഇരുളിൻ്റെ വ്യാപാരങ്ങൾ ഈ പ്രഭാതത്തിൽ മാറിയിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപ ഉണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇരുട്ട് പോലും മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ധൈര്യത്തോടെ പറ, ഓരോ ഇരുളിനും ഞങ്ങളെ പിടിച്ചൊതുക്കാൻ പറ്റില്ല. ദൈവ തേജസ് ഞങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ നമ്മുടെ മേൽ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുന്നു. ഒരിരുട്ടിന് നമ്മളെ മൂടാൻ പറ്റില്ല. ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.